പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് പാദവാർഷിക പരീക്ഷ 4ാം ക്ലാസ് അഖീദയാണ്. എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം, ഏതൊക്കെ രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക, പരീക്ഷയ്ക്ക് എത്ര പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായ നല്ലൊരു വീഡിയോ ഇൻഷാ അല്ലാഹ്. തുടർന്നും മറ്റു വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് വിനയത്തോടെ അറിയിക്കുകയാണ്. പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ ഉത്തരസഹിതം നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, വേർതിരിക്കാം എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ കൊടുത്തതായി നിങ്ങൾക്ക് കാണാം. ഫനാ, വഹ്ദാനിയത്ത്, ഇൽമ്, കറാഹത്ത്, കൗനുഹു മയ്യിത്തൻ, കൗനുഹു സമീഅൻ, ബഖാ, കിദമ് എന്നിങ്ങനെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം. അതിനെ താഴെ വേർതിരിച്ചതും കാണാം. ഒന്നാമതായി ചോദിച്ചിട്ടുള്ളത് അള്ളാഹുവിന് വാജിബായ സിഫത്തുകൾ അഥവാ അള്ളാഹുവിന് നിർബന്ധമായും ഉണ്ടാവേണ്ട വിശേഷണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ കൊടുത്തതായി നിങ്ങൾക്ക് കാണാം വഹദാനിയത്ത്, ഏകനാവുക എന്നുള്ളത്, അവൻ ഒരുവനാണ്. ഇൽമ്, വിജ്ഞാനം, അറിവ്. കൗനുഹു സമീഅൻ, അവൻ കേൾക്കുന്നവനായിരിക്കണം. ഖിദമ്, ഉണ്ടായതിന് തുടക്കമില്ല അഥവാ പണ്ടേ ഉണ്ട് എന്നർത്ഥം. ബഖാ, എന്നെന്നും അവശേഷിക്കുന്നവൻ. അപ്പോൾ ഇതൊക്കെയാണ് അള്ളാഹുവിന് ഉണ്ടാവൽ നിർബന്ധമായ സിഫത്തുകൾ. ഇനി അള്ളാഹുവിന് മുസ്തഹീലായ സിഫത്തുകൾ, ഉണ്ടാവാൻ പാടില്ലാത്തത്. ഫനാ, നാശം, നശിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ല. കറാഹത്ത്, അതുപോലെ തന്നെ കൗനുഹു മയ്യത്തൻ, അള്ളാഹു തആല മരണപ്പെടുക എന്നുള്ളത്, ഇതൊന്നും അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് അതിനെ വേർതിരിക്കേണ്ടത്. ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനൊക്കെ ആയിരിക്കും ചോദിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ, വിപരീതം എഴുതാൻ. വിപരീത പദം നമുക്കൊക്കെ അറിയുന്നതാണ്, രാത്രി പകൽ. ഇതുപോലെ ഇവിടെ കൊടുത്തതിൻ്റെ വിപരീത പദം എഴുതണം. വഹ്ദാനിയത്ത്, നമ്മളിപ്പോൾ പറഞ്ഞു ഏകനാവുക. അതിൻ്റെത് തഅദ്ദുദ് അഥവാ ഒന്നിലധികം വരിക. ഒന്നാണ് ഏകൻ, ഒന്നിലധികം വരുമ്പോൾ തഅദ്ദുദായി. രണ്ടാമത്തത് കൗനുഹു ജാഹിലൻ, വിവരമില്ലാത്തവനാവുക. അതിൻ്റെ വിപരീത പദം കൗനുഹു ആലിമൻ, വിവരമുള്ളവനാവുക, അറിവുള്ളവനാവുക. ബസർ, കാഴ്ചയുള്ളവൻ, അതിൻ്റെത് അമ, അന്ധത. നാലാമത്തത് കൗനുഹു അബുക്കം, സംസാരിക്കാൻ കഴിവില്ലാത്തവനാവുക. കൗനുഹു മുത്തക്കല്ലിമൻ, സംസാരിക്കുന്നവനാവുക. സ്വമമ്, കേൾവിയില്ലാത്തവനാവുക. സമഅ്, കേൾക്കുക. അപ്പോൾ ഈ രൂപത്തിലാണ് അതിൻ്റെ വിപരീത പദങ്ങൾ നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളത്. ഇതും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. ചിലപ്പോൾ അങ്ങും ഇങ്ങുമൊക്കെ എവിടെയെങ്കിലും വരാൻ സാധ്യതയുള്ള നല്ല പഠിക്കാൻ എളുപ്പമുള്ളൊരു ഭാഗമാണ്, വിട്ടുപോകരുത്. അടുത്ത ചോദ്യം നോക്കൂ, ഉത്തരം എഴുതാം. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോളൂ. ഒന്നാമത്തേത് ഇബാദത്ത് എന്ന് പറയുന്നു എന്തിന്? പരമമായ താഴ്മയാണ് ഇബാദത്ത്. രണ്ടാമത്തേത് തൗഹീദ് എന്നാൽ എന്ത്? ആരാധിക്കപ്പെടുന്നവൻ, ദാത്തിലും സിഫാത്തിലും ഏകനും കൂട്ടുകാർ ഇല്ലാത്തവനുമാണെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം ആരാധന അള്ളാഹുവിന് മാത്രം എന്ന് വിശ്വസിക്കുന്നതിനാണ് തൗഹീദ്, ഏകത്വം എന്ന്, ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത്. മൂന്നാമത്തത് വാജിബായ സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിനെ? നിർബന്ധമായും അവനുണ്ടാകേണ്ടുന്ന ഗുണങ്ങൾക്കാണ് വാജിബായ സിഫത്ത് എന്ന് പറയുന്നു. നാലാമത്തത് ഇഹ്സാൻ എന്നാൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? അള്ളാഹുവിനെ നേരിൽ കാണുന്ന പോലെ അവനെ നീ ആരാധിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയം അവൻ നിന്നെ കാണുന്നുണ്ട്. അതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഈ 4 ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ അഖീദയുടെ പാഠഭാഗങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ചോദ്യങ്ങളാണിത്. ഇതൊരിക്കലും ഒരാളും പഠിക്കുന്നതിൽ നിന്ന് പിന്മാറരുത്. എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങളാണ്. ഇനി നാലാമത്തത് നിങ്ങൾ നോക്കൂ, 2 വീതം എഴുതാം. അതിൽ ഒന്നാമത്തത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അടിമ സ്ത്രീ തൻ്റെ യജമാനത്തിയെ പ്രസവിക്കുക. കാലിൽ ചെരുപ്പ് ഇല്ലാത്ത, ഉടുക്കാൻ വസ്ത്രമില്ലാത്ത, പരമദരിദ്രരും ഇടയന്മാരുമായ, ഇടയന്മാരെന്ന് പറഞ്ഞാൽ ആടിനൊക്കെ മേയിച്ച് നടക്കൂലേ, ആട്ടിടയന്മാർ. ആളുകൾ വലിയ വലിയ എടുപ്പുകൾ ഉണ്ടാക്കി മത്സരിക്കുന്നതും നീ കാണുക. ഇത് രണ്ടും അന്ത്യനാളിൻ്റെ, ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളാണ്, പഠിച്ചു വെക്കുക. രണ്ടാമത്തത് ഇസ്ലാം കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. 5 കാര്യങ്ങളുണ്ട്, 5ഉം ഇവിടെ പറയുന്നുണ്ട്. അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും നീ സാക്ഷ്യം വഹിക്കുക. 1.
നിസ്കാരം കൃത്യമായി നിലനിർത്തുക. 2 സക്കാത്ത് കൊടുക്കുക. 3 റമദാനിൽ നോമ്പനുഷ്ഠിക്കുക. 4 കഴിവുണ്ടെങ്കിൽ കഅബയിൽ ചെന്ന് ഹജ്ജ് ചെയ്യുക. ഇവയാണ് ഇസ്ലാം കാര്യങ്ങൾ. ഇത് നമുക്കൊക്കെ അറിയുന്നതാണ്. എന്നിരുന്നാലും ഇത് കേൾക്കുന്നതിലൂടെ നമ്മൾ പഠിച്ചു വെച്ചല്ലോ, നല്ലതാണ്. ചോദിച്ചാൽ എഴുതാമല്ലോ. അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. 5ാമത്തത് ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം തൗഹീദിൻ്റെ കെലിമത്ത്. നാം വിശ്വസിക്കുന്നില്ല. തെർക്കുഹു അല്ലാഹു മുസ്തഹീലായ സിഫത്തുകൾ ഷിർക്കാവുകയില്ല. അതിലൊന്നാമത്തത്, ഈ ചോദ്യം ശരിക്കും ആദ്യം വരേണ്ടതാണ്. അതിലൊന്നാമത്തത് ഫീലു കുല്ലി മുംകിനിൻ, അള്ളാഹ്ക്ക് സൗകര്യമുള്ളതിനൊക്കെ ചെയ്യാം. ഔ തെർക്കുഹു സൗകര്യമുള്ളതിനൊക്കെ ഒഴിവാക്കുകയും ചെയ്യാം. അതാണ് അവിടെ യോജിച്ചിട്ടുള്ളത്. രണ്ടാമത്തത് വാജിബായ സിഫത്തുകളുടെ നേരെ മാറ്റമാണ് മുസ്തഹീലായ സിഫത്ത്. നേരെതിരായി വരുന്നതാണ് മുസ്തഹീലായ സിഫത്ത്. മൂന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിൻ്റെ കെലിമത്താണ്. അത് നമുക്കറിയാം. 4ാമത്തത് അംബിയ ഔലിയ ശുഹദാ തുടങ്ങിയവർ ഇബാദത്തിന് അർഹരാണെന്ന് നാം വിശ്വസിക്കുന്നില്ല. അള്ളാഹു ആണല്ലോ ഇബാദത്തിന് അർഹൻ. 5ാമത്തത് അംബിയ ഔലിയ ശുഹദാ തുടങ്ങിയവർ മുഖേന അള്ളാഹുവിനോട് സഹായം തേടൽ ഷിർക്കാവുകയില്ല. എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ് അള്ളാഹു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ ഇതിൽ വരുന്ന വിഷയങ്ങൾ ചോദിക്കും എന്ന് 100% ഉറപ്പാണ്. ഇതിലെ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ മറക്കരുത്. 6ാമത് അർത്ഥം എഴുതാമെന്ന് ചോദിച്ചിട്ടുണ്ട്. തൗഹീദ് ഏകദൈവ വിശ്വാസം. ഈ ചോദ്യപേപ്പറിൽ തന്നെ 2-3 തവണ നമ്മൾ വായിച്ചു. ഹുദൂസ് എന്ന് പറഞ്ഞാൽ പുതുതാവൽ. 3ാമത്തത് ഇറാദത്ത് വേണ്ടുക, അറിയാത്തവർ ഉദ്ദേശിക്കുക എന്ന് എഴുതിയാലും മതി. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസം. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതുപോലെ പാഠഭാഗങ്ങളിൽ വരുന്ന ഒരുപാട് അറബി വേർഡുകളുണ്ട്. ഇതാണ് അക്കീദയുടെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് ആ വിഷയങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അറബി വേർഡുകളുടെ അർത്ഥം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റൂ. ആ വിഷയം കൂടെ ശ്രദ്ധിക്കുക. ഈ ചോദ്യപേപ്പർ കണ്ടു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് അക്കീദയുടെ ചോദ്യം വരിക എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു പാദവാർഷിക പരീക്ഷയുടെ അക്കീദയുടെ ചോദ്യപേപ്പർ കൂടെ നമുക്ക് പരിചയപ്പെടാം. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതും കൂടെ വായിച്ച് വീഡിയോ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം വളരെ എളുപ്പമാണ്. ഇതിൽ ചോദിച്ച പല ചോദ്യങ്ങളും നമുക്ക് ഈ പേപ്പറിലും കാണാൻ കഴിയും. രണ്ടും കൂടെ താരതമ്യപ്പെടുത്തി നമ്മൾ പഠിക്കുക. പിന്നെ അക്കീദയിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കേണ്ട പാഠങ്ങൾ 4 എണ്ണമാണ്. ആ 4 പാഠങ്ങളും നന്നായി പഠിക്കുക. പ്രത്യേകിച്ച് അവസാനത്തെ 2 പാഠങ്ങൾ, അതിൽ നിന്ന് 3ാമത്തെ 4ാമത്തെ, അതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരിക. അത് ഉഷാറായിട്ട് പഠിക്കുക. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല വിജയം നൽകും, ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു.